പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, BSSC ടെക്നിക്കൽ അസിസ്റ്റന്റ് പരീക്ഷയ്ക്കായിട്ട് അപ്ലൈ ചെയ്യാനുള്ള സമയം നാളെ വരെയാണ്. അപ്പോൾ പരീക്ഷയ്ക്കായിട്ട് ഇതുവരെ നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുക. നാളെ, അതായത് 18-ാം തീയതി ജൂൺ 18 വൈകിട്ട് 5 മണി വരെ മാത്രമാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള സമയം. വെബ്സൈറ്റ് വഴി BSSCയുടെ വെബ്സൈറ്റിലൂടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. bssc.gov.in എന്നുള്ള ആ ഒരു വെബ്സൈറ്റ് വഴിയാണ് ടെക്നിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റുകളിലേക്കും അതുപോലെ തന്നെ സയന്റിഫിക് അസിസ്റ്റന്റ് പോസ്റ്റുകളിലേക്കും അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാവുന്നത് പോലെ തന്നെ ടെക്നിക്കൽ അസിസ്റ്റന്റ് വേരിയസ് വിങ്ങുകളിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഇലക്ട്രോണിക്സിന് 27 വേക്കൻസികളുണ്ട്. അതിൽ തന്നെ അൺറിസർവ്ഡ് 14, OBC 9, SC 1, ST 1, EWS 2 എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്തെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലേക്കാണ് നിയമനങ്ങൾ വരിക. ഡിപ്ലോമയാണ് ഇതിന്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഹയർ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം, പക്ഷേ അവർക്ക് ഡിപ്ലോമ ഉണ്ടായിരിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഡിപ്ലോമയാണ് ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ. മെക്കാനിക്കലിനും 27 വേക്കൻസി ഉണ്ട്. BSSCയിലേക്ക് തന്നെയാണ്. കമ്പ്യൂട്ടർ സയൻസിന് 4 വേക്കൻസികളാണ് കൊടുത്തിട്ടുള്ളത്. 8 വേക്കൻസി തെലങ്കാനയിലെ സെക്കന്ദരാബാദിലുള്ള ADRINലും 8 വേക്കൻസി കമ്പ്യൂട്ടർ സയൻസിനുണ്ട്. രണ്ടും കൂടെ ചേർത്ത് വരുമ്പോൾ 12 വേക്കൻസികളോളം വരുന്നുണ്ട്. അങ്ങനെ കെമിക്കൽ, സിവിൽ, അങ്ങനെ പല പല വിങ്ങുകളിലുള്ള വേക്കൻസികളുണ്ട്. ഫിസിക്സിനും കെമിസ്ട്രിക്കും ഓരോ വേക്കൻസികൾ വീതമുള്ള സയന്റിഫിക് അസിസ്റ്റന്റ് പോസ്റ്റിലേക്കും BSSCയിലേക്ക് വിളിച്ചിട്ടുണ്ട്. ലൈബ്രറി അസിസ്റ്റന്റിനും ഓരോ വേക്കൻസികൾ വീതം വിളിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇതിന്റെ പരീക്ഷ വരുന്നത് നമുക്കൊരു 6 മാസത്തിനുള്ളിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. 35 വയസ്സ് വരെ ഉള്ളവർക്ക്, ജനറൽ കാറ്റഗറി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. SC ST OBCക്കൊക്കെ അതനുസരിച്ചുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഓർക്കുക, 78,000 പെർ മന്ത് എന്നുള്ള മികച്ച ഒരു സാലറി സ്കെയിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ടെമ്പററി ബട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നതെങ്കിൽ പോലും ഇതൊരു പെർമനന്റ് പോസ്റ്റ് തന്നെയാണ്. അതിൽ നിങ്ങൾ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ ഡിപ്ലോമക്കാർക്ക് വളരെ മികച്ച ഒരു അവസരം തന്നെയാണ്. ഇതിന്റെ സിലബസ്, മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഇതേ ചാനലിൽ കൂടെ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 80 മാർക്കിന്റെ പരീക്ഷയാണ്. 90 മിനിറ്റ്, 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള 80 മാർക്കിന്റെ പരീക്ഷയാണ്. കോറായിട്ടുള്ള ടെക്നിക്കൽ സബ്ജക്റ്റുകൾ തന്നെയാണ് ചോദിക്കുക. മാത്തമാറ്റിക്സ് ഉൾപ്പെടെയുള്ള ടെക്നിക്കൽ സബ്ജക്ട്, ഇപ്പൊ മെക്കാനിക്കൽ ആണ്, മെക്കാനിക്കൽ റിലേറ്റഡ് കാര്യങ്ങൾ തന്നെയാണ്. സിവിൽ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ നെഗറ്റീവ് മാർക്ക് ഉണ്ട്. 0.33 മാർക്കാണ് നെഗറ്റീവ്. കട്ട് ഓഫ് ഉണ്ടാവും. മിനിമം മാർക്ക് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ജനറലിനും അണ്ടർസേർഡിനും ഒക്കെ 32 മാർക്ക് വാങ്ങിക്കണമെന്ന്. പക്ഷേ അതിൽ മേളിലായിരിക്കും എന്താണെങ്കിലും കട്ട് ഓഫ് എന്നുള്ളത്. കട്ട് ഓഫ് കടക്കുന്നവർക്ക് ഒരു സ്കിൽ ടെസ്റ്റ് വെച്ചിട്ടുണ്ട്. അത് ക്വാളിഫയിങ് നേച്ചർ ആണ്. നിങ്ങളുടെ ട്രേഡിലുള്ള ചെറിയ ഈ പറഞ്ഞ പോലെ ലാബ് എക്യുപ്മെന്റ്സ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സംഗതിയാണ് ഈ സ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് 50 മാർക്ക് നമ്മൾ അതിന് വാങ്ങിച്ചാൽ മതി. 100ലാണ് പരീക്ഷ. അത് ക്വാളിഫയിങ് നേച്ചർ ആണ്. ആ മാർക്കുകൾ എന്തിന് നമ്മുടെ സെലക്ഷന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യില്ല എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ളവർ നിർബന്ധമായിട്ടും കൊടുക്കുക. BSSCയുടെ വെബ്സൈറ്റിൽ പോയിട്ട് bssc.gov.in എന്നുള്ള വെബ്സൈറ്റിൽ പോയിട്ട് നാളെ വരെ മാത്രമേ ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ടെക്നിക്കൽ അസിസ്റ്റന്റും മെക്കാനിക്കലിന് വേണ്ടിയിട്ട് I+ന്റെ ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് ഉണ്ട്. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കോഴ്സിന്റെ വിശദാംശങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പറുകളിൽ വിളിക്കാം. ഏറ്റവും ചെറിയ ഫീസിൽ നിങ്ങൾക്ക് ആ കോച്ചിങ്ങിൽ എൻറോൾ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഒട്ടും വൈകേണ്ട. യോഗ്യതയുള്ള ഡിപ്ലോമക്കാർ അപ്ലൈ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.